ഹായ്, ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിൽ വജനസ്മസിൻ്റെ 3 പേഷ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. എൻ്റെ 3 ക്ലയൻസുകളാണ്. ഇതിനു മുമ്പ് വജനസ്മസ് ഉള്ള ഒരു പെൺകുട്ടി എനിക്കൊരു റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. വജനസ്മസ് ഇവിടെ വന്ന് മാറി എന്നുള്ളൊരു സന്തോഷം പറയാൻ വേണ്ടി. അപ്പം ഞാൻ ആരുടെ അടുത്തും അങ്ങോട്ടേക്ക് അങ്ങനെ റിവ്യൂ ചോദിക്കാറുണ്ടായിട്ടില്ല. അപ്പം ഒരു കുട്ടി ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ മാമിന് റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട് കുറേ പേര് ഇവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കുള്ള ക്ലൈൻ്റ് ആണോ, അത് ശരിക്കും അവർക്ക് മാറിയോ, ഞങ്ങൾക്കും ഈ അസുഖം ഉണ്ട് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബാച്ചിലുള്ള ഞാൻ എല്ലാ മാസവും ഒരു 3 പേരെയാണ് വജനസ്മസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കുക. 5-8 സെഷൻസ് എടുക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന 3 പേരും എല്ലാ മാസത്തിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവനവൻ്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കും. ഇവരുടെ ഡീറ്റെയിൽസോ പേരോ വിവരോ വയസ്സോ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നോ ഒരു ഡീറ്റെയിൽസും പുറത്ത് പറയാത്ത രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് 3 പേരെ പരിചയപ്പെടാം. എൻ്റെ മുന്നിൽ 3 ക്ലയൻസ് ആണ് ഇരിക്കുന്നത്. ഇവർ ഭയങ്കര ടെൻസ്ഡ് ആണ്. ഇവർക്ക് എങ്ങനെ വീഡിയോ ചെയ്യേണ്ട അറിയില്ല, പക്ഷെ റിവ്യൂ തരണം. പിന്നെ ഇവരുടെ സൗണ്ട് കേട്ട് ആരെങ്കിലും മനസ്സിലാക്കുമോ, കുടുംബക്കാരെങ്കിലും മനസ്സിലാക്കുമോ, ഇവരുടെ ഡ്രസ്സ് കണ്ട് ആരെങ്കിലും മനസ്സിലാക്കുമോ. അതുകൊണ്ട് ഇതിലെല്ലാവരും മുസ്ലിംസ് അല്ല, പക്ഷെ എല്ലാവരെ കൊണ്ടും ഷോൾ ഇട്ടിപ്പിച്ചിട്ടാണ് നമ്മുടെ ടീം ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല, പക്ഷെ അവർക്കുണ്ടായ ഫീലിങ്സും അവർ കഷ്ടപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയാനും ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ഒരു മനസ്സ് ഉള്ള 3 പേരാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ചോദിക്കാം അവരുടെ അടുത്ത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ സാധനങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ പറയുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോരുത്തരും എത്ര വർഷമായി, ശരിക്കുള്ള കറക്റ്റ് വർഷം പറയണ്ട കേട്ടോ. കറക്റ്റ് വർഷം പറയണ്ട, ഒരു 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം അവളോട് ചോദിക്കാം, കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ഫസ്റ്റ് ഇൻട്രകോഴ്സ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ എന്താ ഫീൽ ചെയ്തത്? ശരിക്കും റിയൽ ആയിട്ടൊന്ന് ഉള്ളിൽ നിന്ന് പറയും. ഫസ്റ്റ് എന്താ ഫീൽ ചെയ്ത്? ഇത് സ്വന്തം ഇയാൾക്ക് മാത്രമുള്ള ഒരു അസുഖമാണെന്ന് വിചാരിച്ചോ? ഫസ്റ്റ് അങ്ങനെയായിരുന്നു തോന്നിയത്. പറഞ്ഞോ കുഴപ്പമില്ല, പറഞ്ഞു. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പലതും കേൾക്കല്ലോ ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ കേട്ട് ഒരു പേടി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ആ പേടി വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോയത്. അത് ഫെയിൽ ആയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായത്? ഷിവറിംഗ് ഉണ്ടായിരുന്നു. ടൈറ്റ് ആവും നമ്മള്. നിങ്ങൾ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും? ഒരു 4-5 കൊല്ലം എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലേ? ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റെഡി ആവുന്നില്ല. ഒരു ഭയങ്കരമായ ഒരു പേടി അല്ലെ? ഒരു 10ാം നിലയിൽ നിന്നെ താഴേക്ക് ഇടുന്ന പോലത്തെ ഒരു പേടിയാണോ ശരിക്കും? അതെ, ഇത് ആർക്കും പറഞ്ഞാൽ ഈ പേടി മനസ്സിലാവില്ല അല്ലെ? ഹസ്ബൻഡ് എത്ര സപ്പോർട്ടീവ് ആയിരുന്നു? ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു, മാരേജ് കഴിഞ്ഞ തുടക്കങ്ങളിലൊക്കെ. പിന്നെ അത് ഇങ്ങനെ ഇതേ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ആയി വരല്ലേ. അപ്പം അത് കുറച്ചൊരു ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിട്ട് മാറിയിരുന്നു. പിന്നെ അത് ശീലമായി മാറി. പിന്നെ ഇത് ട്രൈ ചെയ്യാണ്ടേ ആയിപ്പോയോ? അതെ, പിന്നെ അങ്ങനത്തെ ഒരു ട്രൈ ചെയ്യാണ്ടായിപ്പോയോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ് മാറ്റം ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ എത്ര സെഷൻ ആയി? ഇപ്പം 7 സെഷൻ കഴിഞ്ഞു. നല്ല കോൺഫിഡൻസ് വന്നിക്കണം ഇപ്പോഴ്. പിന്നെ ഫസ്റ്റത്തെ സെഷനിൽ എത്ര പേടി ഉണ്ടായിരുന്നു? ഫസ്റ്റ് സെഷൻ നല്ല പേടിച്ച് വരച്ചിട്ടാണ് വന്നിരുന്നത്. ഇപ്പം അതിലൊക്കെ നല്ലോണം മാറി, പേടിയൊക്കെ 0-ൽ എത്തിക്കുന്നു ഇപ്പോഴ്. അപ്പൊ ഇനി അടുത്ത സെഷനും കൂടെ കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പോവാണ്. സക്സസ് ആയ ആരെങ്കിലും ഇവിടുന്ന് കണ്ടോ? കുറെ പേര് കണ്ടു. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് മാത്രമുള്ള ഒരു സാധനമില്ല എന്നൊക്കെ മനസ്സിലായി. വജനസ്മസ് കുറെ ആൾക്കാരുടെ വിചാരം വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന എന്തോ സുഖേടാണ്, ഇങ്ങനെയൊക്കെ പേടി ഉണ്ടാവോ, സെക്സ് ചെയ്യാനൊക്കെ ആർക്കെങ്കിലും പേടി ഉണ്ടാവോ എന്നൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എന്താണ് ഇത് എല്ലാവർക്കും ഉള്ള സാധനമാണോ? എന്താണ് ഇങ്ങനെ ഇയാൾക്ക് മാത്രമുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചു വിഷമിച്ചിരിക്കുന്നു വേണ്ട, കുറേ പേരുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തോളാം, വൈകിക്കണ്ട അങ്ങനെ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അപ്പം നമ്മൾ കറക്റ്റ് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറയുന്നില്ല, എന്നാലും ഏകദേശം 2 വർഷമായി. ഓക്കെ, എന്തൊക്കെയായിരുന്നു സിംറ്റംസ് പറയും? സിംറ്റംസ് പേടി കുറവായിരുന്നു, പക്ഷെ നല്ല പെയിൻ ആയിരുന്നു. ഒരിക്കലും ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. പേടിനെ കൊണ്ട് ഊര പൊന്തി പോകുന്നുണ്ടായിരുന്നു. വേറെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? ഹസ്ബൻഡ് വിചാരിച്ച് മാറിയിരിക്കും കുറച്ച് കഴിഞ്ഞാല്, പക്ഷെ കുറെ ട്രൈ ചെയ്തിട്ട് മാറിയില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നിട്ട് സിംറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? സിംറ്റംസ് നല്ല കുറവുണ്ട്. ഇപ്പൊ വേദന കുറവുണ്ട്,
എരിച്ചില് പുകച്ചില് പോലത്തെ സാധനം കുറവുണ്ട്. ഇതൊക്കെ മൈൻഡിന്റെ കാര്യമാണ് എന്നുള്ളത് മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. ഓക്കെ. ഇപ്പം ട്രൈ ചെയ്ത് നോക്കാം എന്ന് ആലോചിക്കുമ്പോ പേടിയുണ്ടോ? ഇല്ല, ഇപ്പൊ തീരെ പേടിയില്ല. ഓക്കെ. ഇതൊക്കെ വെജനിസ്മസ് സക്സസ് ആവാൻ പോകുന്ന ക്ലൈൻസ് ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ സക്സസ് ആവാൻ വേണ്ടി കുറച്ച് സെഷൻസ് ആയി. എത്ര സെഷൻസ് ആയി ഇയാളുടെ? 4 സെഷൻ. ഇയാളുടെ 4 സെഷൻ ആയിട്ടുള്ളൂ. നമ്മൾ സാധാരണ എനിക്ക് എടുക്കാറ് 8 സെഷൻ ആണ് ഏകദേശം എടുക്കാറ്. ചിലർ അതിന്റെ മുന്നേയും കഴിഞ്ഞു പോകും, ചിലർ 2-3 സെഷൻസ് എക്സ്ട്രാ എടുക്കാറുണ്ട്. ആഴ്ചക്ക് ഒരിക്കൽ ഇതാണ് സെഷൻസ് വന്നിട്ട് ഇയാൾ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരു സന്തോഷം ഉണ്ടോ? നല്ല കോൺഫിഡൻസ് തോന്നുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നു തോന്നുന്നുണ്ട്. ഓക്കെ. വെജനിസ്മസിന്റെ പറ്റി ആദ്യം അറിയായിരുന്നോ? ഇല്ല, വെജനിസ്മിന്റെ അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സാധനം എന്താന്ന് വിചാരിച്ചത്? അപ്പം ഞാൻ വിചാരിച്ചത് വേറെ പേടിയുണ്ടോ, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിരിക്കും, അങ്ങനെ ഒരു ശരിയാവാത്ത കണ്ടപ്പോഴാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നി. പിന്നെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് വെജനിസ്മ ആണെന്ന് മനസ്സിലായത്. ഓക്കെ. എന്നാ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഏകദേശം എത്ര വർഷം ആയിട്ടുണ്ടാവും? കറക്റ്റ് വർഷം പറയണ്ട, എന്നാലും 15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 15 വർഷമൊക്കെ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഏകദേശം കേട്ടോ. അപ്പം വെജനിസ്മസ് ആണെന്ന് എപ്പോഴാണ് അറിഞ്ഞു? എന്തൊക്കെയാ സിംറ്റംസ് പറഞ്ഞു? മൈക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് പിടിച്ചു. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഊര് പൊന്തി പോവാ. പിന്നെ എന്തൊക്കെയാ? ടെൻഷൻ അല്ലേ? ഭയങ്കര ടെൻഷൻ. ആദ്യം വന്ന സമയത്തിലെ പോലെയാണോ ഇപ്പൊ? അല്ല, ഇപ്പൊ നല്ല സന്തോഷം ഉണ്ടോ? സെഷന് ഫസ്റ്റ് വരാൻ എത്ര പേടിയുണ്ടായിരുന്നു? നല്ലോണം പേടിയുണ്ടായിരുന്നു. ഹസ്ബൻഡ് എത്ര സപ്പോർട്ടീവ് ആണ്? ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഇത്രയും കാലം അതിനെ കൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് അല്ലേ? സങ്കടമുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എത്രത്തോളം ഇടങ്ങാറാക്കിയോ? എത്ര ഇടങ്ങാറാക്കി? നല്ലോണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല. എന്താ ചോദിക്കുക ആൾക്കാര്? കുട്ടികളായില്ലേ, എന്താണ് പ്രശ്നം, എവിടെ പോയാലും ഇതാ ചോദിക്കുക. ഇത് ശരിയാവുമെന്ന് വിചാരിച്ചതാണോ? അല്ല, ഒരിക്കലും ഇനി ശരിയാവൂല, ഈ പേടി മാറൂല എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. അപ്പൊ ശരിയാവാണ്ട് ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സെക്സ് ഒന്നും ചെയ്യാണ്ട് നടക്കാന്നായിരുന്നോ തീരുമാനം? ഇനി ഒരിക്കലും റെഡി ആവൂല എന്ന് തന്നെ ആയിരുന്നു. എന്താ വെച്ചാൽ ഇത്രയും വർഷമായിട്ട് 10-15 വർഷമൊക്കെ ആയിട്ട് എത്ര കരയാറുണ്ടോ? എത്ര വിഷമം? ഒന്നും കരയാതെ ഉറങ്ങാറില്ല. വീട്ടിൽ നിന്ന് മദറിനിലോ എല്ലാരും ഇതൊക്കെ ഇങ്ങനെ പേടിയാണെന്ന് പറയുമ്പോ എല്ലാരും പറയല്, ഇതിപ്പോ എല്ലാരും ചെയ്യണ കാര്യല്ലേ, അനക്ക് മാത്രമേ ഉള്ളൂ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും കുറ്റപ്പെടുത്തും ആരും കൊണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ട്സുകളോട് പറയുമ്പോ ഓര് പറയല്, ഓക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും സമ്മതിക്കാത്തത്. ആ രീതിക്കാണ്. അങ്ങനെ എന്തെങ്കിലും സംശയം? ഇല്ല, ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണ്. ഇത് എപ്പോഴാണ് ഇത് വെജനിസ്മസ് ആണെന്ന് കണ്ടുപിടിച്ചത്? മാഡത്തിന്റെ വീഡിയോ കണ്ടപ്പോഴാണ്. അതുവരെ ഇത് എന്താന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡും വൈഫും നിങ്ങൾ എന്താ പറയാ? സാരില്ല, കുട്ടികളില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് പറയായിരുന്നു. പിന്നെ കസിൻസിനൊക്കെ കുട്ടികളൊക്കെ ആവുമ്പോ എത്ര വിഷമം ഉണ്ടായി? കസിൻസും കുട്ടികളാവുമ്പോഴും പിന്നെ ആ കുട്ടികളെ കാണാൻ പോവാനുള്ള ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവിടുന്ന് അവരെ സംസാരങ്ങൾ, അവിടെ ഉള്ളൊരു പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോഴൊക്കെ കഴിയണതും പോവാറില്ല. പോവാൻ പറ്റാത്തടത്തേക്ക് മാത്രം പോവലേ ഇല്ല. പിന്നെ പോവാതിരിക്കാൻ പറ്റാത്തടത്തേക്ക് മാത്രമേ പോകലുള്ളൂ. അവിടുന്ന് ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രസവിക്കാതെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇത് കരുതി കൂട്ടി ചെയ്യണ പോലെയാണ് അവരൊക്കെ സംസാരിക്കാറ്. അവർക്കൊന്നും ഈ അസുഖത്തിനെ പറ്റി അറിയണ്ടാവില്ല, അതുകൊണ്ടല്ല. ഇനിയിപ്പോ ഇത് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് ആരോടെങ്കിലും പറയോ? പറയും. ഇനി ആരെയും കുട്ടികളില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പോയിക്കാണ്ട് പറയും, ഇങ്ങനെ എന്താണ്, ഇനി എന്റെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പേടി ഉണ്ടായിട്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയും ഇങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ 3 പേരുടെ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ആൾക്കാർ പറയണത് കേൾക്കണ്ട. ഇതൊക്കെ എന്ത് പേടി, ഇങ്ങനെയൊക്കെ പേടിയുണ്ടോ, ഇതിനൊക്കെ എന്തിനാ പേടി, സെക്സ് ചെയ്യാൻ ഇപ്പം എന്താ പേടി, എല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് വെറുതെ കൊല്ലങ്ങൾ പോക്കണ്ട. എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റോ ആയ ആരെങ്കിലും വെജനിസ്മസ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് വേഗം തന്നെ നിങ്ങളുടെ അസുഖം മാറ്റി അടിപൊളിയായി ജീവിക്കാനായിട്ട് ശ്രമിക്കാം.